മെർലിൻ സ്റ്റോറീസിന്റെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ സ്റ്റോറീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്കും ചെയ്യണം. അപ്പോൾ അമ്മയുടെയും മോൻ്റെയും ഒരടിപൊളി കഥയുമായിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ട്രൂ ലവിൻ്റെയും ഒരു ഇമോഷണൽ സ്റ്റോറി ആയാലോ? നേരെ കഥയിലേക്ക് പോവാട്ടോ. 2 പാർട്ടായിട്ടാണ് ഇടുന്നേ. ആദ്യത്തെ പാർട്ടും ഇതിന് ശേഷം പോസ്റ്റ് ചെയ്യാൻ പോകുന്ന 2ാമത്തെ പാർട്ടും എല്ലാവരും മിസ്സാക്കാതെ കേൾക്കണേ. വലിയ ശേരിക്കാരുടെ പാടത്തൂടെ നടക്കുമ്പോൾ കാവിലെ തായമ്പക കൊട്ടിക്കേറുന്ന ശബ്ദം പിറകിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വൈകുമെന്ന് വിചാരിച്ചതല്ല. കളപ്പുരയ്ക്കിലെ മാധവ മാഷെ കണ്ടത് അബദ്ധമായത്. എപ്പോഴും കണ്ടാ സംസാരിച്ച് ആളെ വെറുപ്പിച്ചിട്ടല്ലാതെ വിടൂല. പാടത്തുനിന്ന് വരമ്പത്തൂടെ കയറി നടക്കുമ്പോൾ തന്നെ വേനലിൽ പെയ്ത മഴയ്ക്ക് ചെറുതായി നനഞ്ഞ വരമ്പത്തൂടെ കാലിടയ്ക്ക് തെന്നി മാറുന്നുണ്ടായിരുന്നു. പാടത്തുനിന്ന് മലേഷ്യക്കാരൻ ഇബ്രാഹിം ഖാന്റെ പറമ്പിലോട്ട് കയറി ശ്വാസമൊന്ന് വലിച്ചുവിട്ട് അതിരിലെ കല്ലിന്മേൽ കയ്യിലുള്ള ജിലേബിയുടെയും പൊരിയുടെയും പിന്നെ അമ്മയ്ക്ക് വാങ്ങിയ ഗുരുവായൂരപ്പന്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോയും അതിന്റെ കവറിൽ തന്നെ ഇട്ടിട്ടുള്ള മുടിമേൽ വെക്കുന്ന ക്ലിപ്പും എല്ലാം കൂടാതെ വീഴാതെ ചെരിച്ചു വെച്ചു. അരയിൽ നിന്ന് ഗോൾഡിന്റെ പാക്കറ്റ് എടുത്ത് തലപ്പൊന്ന് കൂട്ടിൽ കുത്തിന 2 തട്ട് തട്ടി മെല്ലെ ചുണ്ടത്തോട്ട് വെച്ച് പാടത്തോട്ട് നോക്കി. ഇന്നലെ പെയ്ത മഴയ്ക്ക് കണ്ടത്തിലെ തെളിഞ്ഞു നിൽക്കണ വെള്ളത്തിൽ ഇബ്രാഹിം ഖാന്റെ വീടിന്റെ പ്രതിബിംബം തെളിഞ്ഞു കാണുന്നത് നോക്കി ഗോൾഡ് കത്തിച്ച് ആഞ്ഞൊരു പുകയെടുത്തു. ദൂരെ കാണുന്ന സ്വന്തം വീടിന്റെ ഉമ്മറത്ത് ലൈറ്റ് തെളിഞ്ഞു കത്തുന്നുണ്ട്. വടക്കേലെ അമ്മിണിയമ്മ വരൂടാ, നീ പോയിട്ട് പോരെ എന്നിറങ്ങുമ്പോൾ അമ്മ പറഞ്ഞ ആ ധൈര്യത്തിലാണ് രാത്രിയിലെ അന്നദാനത്തിന് ചോറ് വിളമ്പാൻ കമ്മിറ്റിക്കാരുടെ കൂടെ കൂടിയത്. കയ്യിലെ ഗോൾഡ് പാടത്തോട്ട് വലിച്ചെറിഞ്ഞ് പോക്കറ്റിലെ ഗ്യാസിന്റെ മിഠായി പൊട്ടിച്ച് വായിലേക്ക് ഇട്ടു. ഫോണിന്റെ ലൈറ്റ് ഓണാക്കി പറമ്പിലൂടെ മെല്ലെ നടന്നു. വിചാരിച്ചതുപോലെ തന്നെ അമ്മിണിയമ്മയും നമ്മളെ മാതാശ്രീയും പൊരിഞ്ഞ കത്തിയാണ്. പടിക്കലോട്ട് കേൾക്കുന്നുണ്ട് 2ആളുടെയും വർത്താനം. പൊതുവെ അമ്മ പതുങ്ങിയേ സംസാരിക്കാറുള്ളൂ. അതിപ്പോ അവരോടായതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു ചിരിക്കുന്നേ. ഒരു കടപ്പാടുണ്ട് അവരോടും അമ്മയ്ക്കും എനിക്ക്. അമ്മയുടെ കൈപിടിച്ച് എല്ലാവരെയും എതിർത്ത് അച്ഛനൊരു 4 കവുങ്ങ് വാങ്ങി ഒരു കൂര പണിത് താമസം തുടങ്ങുമ്പോൾ ഒരു കൂടപ്പറമ്പുകളും ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ചേർത്ത് പിടിക്കാൻ ഈ അമ്മിണിയമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ എപ്പോഴും ആ കഥ പറയും. പിന്നെ ഓർക്കാപ്പുറത്ത് അച്ഛനമ്മയെ തനിച്ചാക്കി ഈ ഭൂമിയിൽ നിന്ന് വിട വാങ്ങുമ്പോഴും പകച്ചു നിന്ന എന്നെയും അമ്മയും ചേർത്ത് പിടിക്കാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഴിയിലോട്ട് വീണ് കിടക്കുന്ന ഓലമടൽ വലിച്ചിട്ട് മുൻപ് മതിലുകെട്ടാൻ ഇറക്കിയിട്ട് ബാക്കിയായ ആ ചെങ്കലിന്റെ മേലോട്ട് ഓല കയറ്റിയിട്ട് അമ്മയോട് ഉമ്മറത്തോട്ട് കയറിയപ്പോൾ അമ്മിണിയമ്മ മെല്ലെ നടുവിന് താങ്ങുകൊടുത്ത് എണീറ്റു. ആ വന്നോ അമ്മയുടെ പുന്നാര കൊങ്ങിക്കുട്ടൻ. ആള് തമാശയ്ക്ക് ഉണ്ണിക്കുട്ടൻ എന്നുള്ളത് അങ്ങനെ വിളിക്കൂ. പാറുവമ്മ നല്ല ചൂടിലാണല്ലോ. എന്തുട്ടാ നിങ്ങൾ എന്റെ പൊന്നിനെ സങ്കടപ്പെടുത്തിയേ എന്ന് പറഞ്ഞ് പാറുവമ്മയുടെ താടിയൊന്ന് വേദനിപ്പിക്കാതെ നുള്ളി കയ്യിലുള്ള കവർ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇറയത്ത് കിടക്കുന്ന തോർത്തെടുത്ത് മുഖമൊന്ന് അമർത്തി തുടച്ചു. നേരം 7 കഴിഞ്ഞപ്പോ തുടങ്ങിയതാ നിന്റെ അമ്മ എന്റെ ഉണ്ണിക്കുട്ടനെ കാണാനല്ലോ എന്ന് പറഞ്ഞ് ചെവി തല കേൾപ്പിച്ചിട്ടില്ല. അത് പിന്നെ എന്റെ അമ്മയുടെ ചക്കര ഞാനല്ലേ എന്റെ പാറുവമ്മേ എന്ന് പറഞ്ഞ് ചിരിച്ച് അവരുടെ അടുത്തായി ചാരി നിന്നു. ഇനി ഇങ്ങനെ നിൽക്കണ്ട ഉണ്ണി, ഇന്ന് മേല് കഴുകി ചോറുണ്ണാൻ നോക്ക്. അതും പറഞ്ഞ് പാറുവമ്മയുടെ കയ്യും പിടിച്ചവരുടെ ഉമ്മറത്തോട്ട് ഞാൻ പതിയെ ഇറങ്ങി. രാമച്ചവും ചെമ്പരത്തിയും എല്ലാം ഇട്ട് കാച്ചി എണ്ണ തെച്ച അമ്മയുടെ മുടിയിൽ നിന്ന് വല്ലാത്തൊരു മണം. വൈകിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിലും അമ്മയുടെ ആ വിയർപ്പും കൂടെ കലർന്നപ്പോഴുള്ള ആ മണത്തിന് മറ്റെന്തിനേക്കാളും ലഹരി ഉണ്ടെന്ന് തോന്നിപ്പോയി ആ നിമിഷം എനിക്ക്. എപ്പോഴാണ് ഈ ലഹരി ഞാൻ ആസ്വദിച്ചു തുടങ്ങിയതെന്നറിയില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ എന്നൊരു വ്യക്തിയെ മാറ്റി നിർത്തിയാൽ ഈ ഞാനില്ല. പൊതുവെ ഇൻട്രോവേർട്ടായ എൻ്റെ എല്ലാം അമ്മയായിരുന്നു. അമ്മയിലൂടെയാണ് ഞാൻ ഈ ലോകത്തെ മുഴുവൻ നോക്കിക്കാണുന്നത്. അച്ഛൻ മരിച്ചതിൽ പിന്നെ നാട്ടിലെ പാർട്ടിക്കാരെല്ലാം ചേർന്ന് ഹാജിയാരുടെ സ്കൂളിൽ ഒരു ടീച്ചറായി ജോലി വാങ്ങിക്കൊടുത്തു. മുമ്പും അമ്മ പട്ടിണി കിടന്നാലും എൻ്റെ വയറ് എങ്ങനെയൊക്കെ നിറയ്ക്കുമായിരുന്നു. എനിക്കും അമ്മയ്ക്കും ഞാനും അമ്മയും മാത്രമുള്ളൂ. ഒരു കുഞ്ഞു വീട്, സ്വർഗം തന്നെയാണ് ഞങ്ങളുടെ ഈ ഓടിട്ട വീട്.
ഇത് SBI മാനേജറായിട്ട് ജോലി കിട്ടിയപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് തന്നെ അമ്മയോട് പൊളിച്ചു നീക്കി ഒരു കുഞ്ഞു വാർപ്പ് വീട് കെട്ടാമെന്ന്. പക്ഷേ അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, കുറച്ചുകൂടെ നല്ല രീതിയിൽ അമ്മ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാ. എന്റെ ഉണ്ണി, അമ്മയുടെ കാലശേഷം വരെയെങ്കിലും നമ്മൾക്ക് ഇത് മതിയടാ. ഉള്ളിപ്പെറുക്കി എന്റെ അച്ഛനുണ്ടാക്കിയതാ ഇത് മതിയടാ നമുക്ക് രണ്ടാൾക്കും എന്നമ്മ ആ ചർച്ച അന്ന് തന്നെ അവസാനിപ്പിച്ചു. ഓരോന്നാലോചിച്ച് കുളിമുറിയിൽ കയറി ഡോറടയ്ക്കുമ്പോൾ ഹാളിൽ TV-യിൽ വാർത്തയുടെ ശബ്ദം കേട്ടിരുന്നു. അമ്മണി അമ്മയെ കൊണ്ട് ആക്കി വന്നിട്ടുണ്ട്. ഇട്ടിരുന്ന മുണ്ടൂരി കുളിമുറിയിൽ വലിച്ചു കെട്ടി അയലോട്ടിടുമ്പോൾ കുറച്ചപ്പുറത്ത് കുളിക്കുമ്പോൾ അമ്മ ഊരിയിട്ട വസ്ത്രങ്ങളിലേക്ക് എന്റെ കണ്ണു ചെന്ന് പെട്ടു. വീട്ടിലും എല്ലായിടത്തും മാത്രമേ അമ്മ സാരി ഉപയോഗിക്കാറുള്ളൂ. മെല്ലെ വിറയ്ക്കുന്ന കൈകളോടെ എന്റെ ആ കൈ ആ വസ്ത്രങ്ങൾക്ക് മേൽ പതിഞ്ഞു. ഒരു പകുതി നനഞ്ഞ കോട്ടന്റെ സാരി അത് മെല്ലെ മാറ്റിയപ്പോ കണ്ട മറ്റു പലതും എന്റെ വിറയിൽ ഉള്ള കൈ ചെന്ന് അതിൽ തടഞ്ഞു. ആദ്യമായിട്ടാ ഇങ്ങനെ ചെയ്യുന്നേ. അമ്മ എന്നതിനപ്പുറം ആ സ്ത്രീ എന്റെ സ്വന്തമാണെന്നൊരു തോന്നൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി. അവരുടെ മനസ്സെന്ന പോലെ ശരീരത്തിനും അവകാശിയായി ഞാനെന്ന ചിന്ത എന്റേത് മാത്രം. ഈ ഉണ്ണിയുടെ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് സ്ഥാനമുണ്ടെങ്കിൽ അത് ഈ ഗായത്രി എന്ന എൻ്റെ അമ്മയ്ക്ക് മാത്രമാണ്. ചിലപ്പോഴൊക്കെ വല്ലാത്തൊരാഗ്രഹം തോന്നാറുണ്ട്. ആ ഇടതുവന്ന മുടിയിലോട്ട് മുഖമൊളിപ്പിച്ച് വെച്ച് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് എൻ്റെ പെണ്ണാണെന്ന ചെവിയിൽ പറയാൻ. ആ മോഹത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അമ്മയുടെ ഈ വസ്ത്രം. വിയർപ്പും അമ്മ തേച്ച് കുളിക്കുന്ന രാമച്ചത്തിന്റെ മണവും എല്ലാം കലർന്ന അസ്ഥി തുളയ്ക്കുന്ന ആ ഗന്ധം മൂക്കിനോടടുപ്പിച്ച് ഞാൻ ആഞ്ഞു വലിച്ചു. ഒരു 34 കാണും അമ്മയുടെ അളവ്. അധികം വലിപ്പമില്ലാത്ത, ഒട്ടും ഉടയാത്തത്. അലക്കുന്ന കല്ലിന്റെ മുകളിലോട്ട് കയറിയിരുന്ന് ഞാൻ പതിയെ ആഞ്ഞാസ്വദിച്ച് വലിച്ചു. പതിയെ എന്റെ പൗരുഷത്തിനെ അനക്കി. അമ്മയുടെ അതടുപ്പിച്ച് വെച്ച് ആഞ്ഞു വലിക്കുമ്പോൾ വല്ലാത്തൊരു ഗന്ധമായിരുന്നു അതിന്. ചെറിയ നിറവ്യത്യാസമുണ്ട് പല പല ഭാഗത്തും. അമ്മയുടെ ആ വസ്ത്രം ഞാൻ ആർത്തിയോടെ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ നിഷേധത്തിന്റെ ഉന്മാദമായ മറ്റൊരു തലയിലോട്ട് സഞ്ചരിക്കായിരുന്നു എൻ്റെ മനസ്സ്. വായിൽ നിന്ന് ഒരുപാട് നേരത്തെ എൻ്റെ അധ്വാനത്തിന് ശേഷം ഒരു സ്ഫോടനം തന്നെ ഞാൻ അങ്ങ് വരുത്തിച്ചു. ആകെ ക്ഷീണിച്ച് വിയർത്തു പോയിരുന്നു. ക്ഷീണിച്ച് ഞാൻ ഇടിച്ചു പിടിച്ച് ആ ചുമരിലോട്ട് പുറമമർത്തി വെച്ചിരുന്നു. അപ്പോഴേക്കും അമ്മയുടെ വിളി വന്നു. അല്ല, എന്റെ കുട്ടി അതിനുള്ളിൽ പെറ്റു കിടക്കാനുള്ള പരിപാടിയാണോ? എന്നാൽ അമ്മ ചോറ് തിന്നാൻ പോവാണേ. എന്തേലും ബുദ്ധിമുട്ടുണ്ടേ പറയണം. നമുക്ക് ഇബ്രാഹിം ഖാന്റെ വണ്ടി വിളിക്കാം. അവസാനത്തെ വരി പറയുമ്പോ ചിരി അടക്കി പിടിച്ചിരുന്ന അമ്മയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. പെട്ടെന്നത് ഞാൻ വഴിയിലോട്ടിട്ടു. ബക്കറ്റിൽ നിറച്ചു വെച്ചിരുന്ന വെള്ളം ഒന്നാകെ തലയിലൂടെ ഒഴിച്ചൊരു കാക്കക്കുളി കുളിച്ചു. പാറ വെട്ടിയ കിണറായതുകൊണ്ട് വെള്ളത്തിന് എപ്പോഴും നല്ല തണുപ്പാ. തലയൊന്ന് തുവർത്തി അമ്മയുടെ വസ്ത്രങ്ങൾ മുഴുവനും എടുത്ത് ആ ബക്കറ്റിൽ വെള്ളം നിറച്ച് കുതിർത്തു വെച്ചു. തോർത്തും എല്ലാം എടുത്ത് മുക്കി വെക്കുമ്പോഴേക്കും അഴയായി കെട്ടിയിരുന്ന ആ കയറ് വലിച്ചൊന്ന് പൊട്ടിച്ചു. എന്നിട്ട് തോർത്ത് വലിച്ചെടുത്തപ്പോ കയറ് പൊട്ടിപ്പോയെന്ന് പറയാം. അല്ലാതെ സ്വന്തം സാധനങ്ങൾ പോലും കഴുകാത്ത നീ എന്തിനാ എന്റെ ഡ്രസ്സെല്ലാം എടുത്തിപ്പോ മുക്കി വെച്ചെന്ന് ചോദിക്കുമുള്ള കാര്യം ഉറപ്പാ. ഇതിപ്പോ കയറ് പൊട്ടുമ്പോ എല്ലാം കൂടി ബക്കറ്റിൽ വെച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമല്ലോ. ബാത്റൂമിന്റെ ഡോറടച്ച് ഹാളിലേക്ക് കയറിയിരിക്കുമ്പോഴേക്കും തോർത്ത് വെച്ച് തല ഒന്നുകൂടി തോർത്തി 24 ന്യൂസ് ചാനലിലോട്ട് കണ്ണും കൂർപ്പിച്ചിരിക്കുന്ന അമ്മയെ ഇടം കണ്ണാലെ നോക്കി. ന്യൂസിൽ മുഴുകിയിരിക്കുകയാണ് ആള്. ആഞ്ഞടിക്കുന്ന ആ തെക്കൻ കാറ്റിൽ അമ്മയുടെ സാരിയുടെ ആ സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നുണ്ട്. ഒതുങ്ങിയ ഓരോ ഭാഗങ്ങളും ഞാൻ കൊതിയോടെ നോക്കി. ഇളം റോസ് ബ്ലൗസ് അമ്മയുടെ വിയർപ്പ് കൊണ്ട് നനഞ്ഞു. പല ഭാഗങ്ങളിലേക്കായി ആ നനവ് പടർന്നു തുടങ്ങിയിട്ടുണ്ട്. ശ്വാസമെടുക്കുന്നതിനൊപ്പം അമ്മയുടെ ഇടുപ്പ് ഉയർന്നു താഴ്ന്നു. മുന്നിലെ കണ്ട കാഴ്ച ഞാൻ ആസ്വദിച്ച് നിൽക്കുകയാണ്. മതിമറന്ന് നിന്നു പോയതുപോലെ. അല്പസമയത്തിന് ശേഷം തന്നെ എന്റെ ആ പൗരുഷം വീണ്ടും ഉണരുന്നു. ഞാൻ പെട്ടെന്നൊന്ന് വല്ലാതെയായി. കയ്യിലെ തോർത്തുകൊണ്ട് മെല്ലെ ഒന്ന്
ചാഞ്ഞു കുടഞ്ഞു. വെള്ളമമ്മയുടെ മേലോട്ടായി. ഹൈ, ഈ ചിക്കനിത് പോയി പുറത്തോട്ട് ഊരി പിഴിയുടെ തോർത്ത്. അല്ലെന്നുണ്ണി, എന്ത് കുളിയായത്? ഞങ്ങള് പെണ്ണുങ്ങൾക്ക് പോലും ഇല്ലാട്ടോ ഇത്ര സമയം കുളിക്കാൻ. അത് പറഞ്ഞ് എന്റെ തോളത്ത് കിടക്കുന്ന തോർത്തെടുത്ത് മുഖവും കഴുത്തുമൊക്കെ തുടച്ച് കയ്യിലൊരു പിച്ചും തന്ന ആൾ അടുക്കളയിലോട്ട് പോയി. തിരിഞ്ഞു നടക്കുമ്പോ അമ്മയുടെ പിന്നഴക് ആസ്വദിച്ചൊന്ന് നോക്കി. അധികം വലുപ്പമൊന്നുമില്ല, നല്ല ഒതുങ്ങിയ ശരീരപ്രകൃതം. എങ്കിലും ശരീരത്തിന് പ്രത്യേക അഴക് മാത്രമാണ് ആ പിന്നഴക് കൊടുക്കുന്നേ. സാരിയിൽ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും. നോക്കി നോക്കി മനുഷ്യൻ വയ്യാണ്ടായിപ്പോവും. അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം നിലച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇങ്ങോട്ടേക്കാള് വരുന്നുണ്ടെന്ന്. തിരിഞ്ഞ് ഉമ്മറത്തെ വാതിലടച്ച് കുറ്റിയിട്ട് ചേറിലേക്ക് ഇരുന്ന് ടിവിയുടെ ശബ്ദം കുറച്ചു. പിന്നെ അമ്മ കുളിമുറിയിലെ അയല് തോർത്ത് വലിച്ചപ്പോ പൊട്ടിയിട്ടോ. നിങ്ങളെ ഡ്രസ്സെല്ലാം കൂടി എടുത്ത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ചോറും കറികളും എടുത്തു വരുന്ന അമ്മയുടെ മുഖത്തോക്ക് ഒരു കള്ളനോട്ടം. അപ്പോഴേക്കും വെള്ളത്തിൽ മുക്കിയ നേരം കൊണ്ട് എന്റെ കുട്ടിക്ക് അതൊക്കെ ഒന്ന് കുത്തിപ്പിഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? അതെങ്ങനെയാ? തള്ളയോട് സ്നേഹം വേണ്ടേ? ചോറും കറികളും മേശയിലേക്ക് വെച്ച് തലയിലൊരു കിഴുക്കും കിഴുക്കി അത് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. മുഖം ഒരു വശത്തേക്ക് കയറ്റിപ്പിടിച്ച് ഒരു ഈർഷ്യഭാവത്തിൽ പറയുന്ന കുറുമ്പ് പിടിച്ച ആ മുഖം കാണുമ്പോൾ വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോവുക എന്റെ അമ്മ പെണ്ണിനോട്. വല്ലാത്ത ക്ഷീണം. എന്റെ ഗായത്രി കുട്ടിയെ, അല്ലേലും എന്റെ കൊച്ചിന്റെ ഡ്രസ്സ് ഈ ചായ നല്ലക്കിടില്ലായോ? ക്ഷീണായിട്ടല്ലേ? താൻ തോന്നുന്ന സിനിമയിൽ പൃഥ്വിരാജ് പറയുന്ന ട്യൂണിൽ തിരിച്ച് അങ്ങോട്ട് വെച്ച് കാച്ചി. കയ്യിലിരുന്ന വെള്ളത്തിന്റെ ജഗ് ടേബിളിൽ വെച്ച് എന്റെ നേരെ തിരിഞ്ഞു. അമ്പമ്പോ, എന്താപ്പ കേക്കണേ? ആദ്യമായിട്ട് സ്വന്തമായിട്ട് നീടുന്നതെങ്കിലും ഒന്ന് തിരുമ്മി കണ്ടാ മതി. അതിനോടൊപ്പം കൈയെടുത്ത് കൂമ്പുന്നുണ്ടായിരുന്നു ആള്. ഇതെവിടെയാ നിൽക്കുന്നേ? അവിടെ അഴിച്ചിട്ട് അങ്ങോട്ടൊരു പോക്കാണ്. അതും വടക്കയിലെ കണാരേട്ടൻ തെങ്ങമ്മയെ കയറണ തളപ്പ് പോലെ ആക്കിയിട്ടിട്ട്. പറച്ചിലും കഴിഞ്ഞ് ചിരിയും തുടങ്ങിയ ആള്. അമ്മ അങ്ങനെ തന്നെയാ. എവിടുന്നാവോ ഇതുപോലെ ഇത്രയും കൗണ്ടറൊക്കെ കിട്ടുന്നേ? ഗോളടിക്കാണല്ലോ ആള്. ശേ, ആവശ്യം നേരത്താണെങ്കിൽ എനിക്ക് അങ്ങോട്ടൊന്നും കിട്ടൂല. എന്റെ പൊന്നാരെ അമ്മേ, ആ ചോറ് വായയിൽ വെച്ചിട്ട് ഇങ്ങനെ ചിരിക്കല്ലോ. ചോറെങ്ങാൻ തരിപ്പിപ്പോയാൽ ഇതൊന്നും ആയിരിക്കില്ല കഥ. നേരത്തെ പറഞ്ഞത് സത്യമായ കാര്യമായതുകൊണ്ട് മുഖത്തൊരു ഗൗരവം വെച്ച് ടിവിയുടെ ശബ്ദവും കൂട്ടി ഞാൻ കുറച്ച് ഗൗരവം ഭാവിച്ചു. പറഞ്ഞ് നാവിട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ചോറ് തരിപ്പിൽ പോയി ചുമ തുടങ്ങി. ചുമച്ച് ശ്വാസം എടുക്കാൻ വെപ്രാൾപ്പെടുന്ന അമ്മയുടെ കോലം കണ്ടപ്പോ തന്നെ കുഴച്ച ചോറും പാത്രം തട്ടിമാറ്റി അമ്മയെന്ന് പറഞ്ഞ് എഴഞ്ഞെണീറ്റു. ചോറായതുകൊണ്ട് ചേർത്ത് പിടിച്ച് ജഗിൽ നിന്ന് വെള്ളമെടുത്ത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. കൈ വിറച്ചിട്ട് പകുതി വെളിയിലോട്ട് തുളുമ്പി പോകുന്നുണ്ട്. എങ്ങനെയോ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. ഇടം കൈ കൊണ്ട് പുറം നന്നായി ഒഴിഞ്ഞു കൊടുത്തു. ചുമച്ച് എന്റെ നെഞ്ചിലോട്ട് വീണ് കിടക്കുകയാ അമ്മ. അപ്പോഴത്തെ അമ്മയുടെ ആ വിപ്രളം കണ്ടപ്പോ ഒരു നിമിഷം എന്റെ ശ്വാസം നിലച്ചു പോയിരുന്നു. അമ്മേ, ഇതേ നോക്കിയേ, ഒന്നുമില്ല. ഇടറിപ്പോയി എന്റെ വാക്കുകൾ പതിയെ. കൈകൊണ്ട് വെള്ളം കുറേശ്ശെ ആളെ കൊണ്ട് കുടിപ്പിച്ചു. ഗ്ലാസ് ടേബിളിലോട്ട് വെച്ച് ഒന്നുകൂടി നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ചു. നെറുകയിൽ പതിയെ തലോടി. അമ്മേ, ഇതേ നോക്കിയേ. ഒന്നുമില്ലെന്നേ. ഇപ്പൊ ചുമയൊക്കെ മാറി ഒക്കെ ആയിട്ടുണ്ട്. ആളാകെ ഒന്ന് വീർത്തുപോയി. അതും പോരാഞ്ഞ് വെള്ളം കൊടുക്കുമ്പോൾ തുളുമ്പി ആകെ ദേഹത്തും വീണിട്ടുണ്ട്. വസ്ത്രമൊക്കെ നനഞ്ഞു. കയ്യിലെ തോർത്ത് വെച്ച് വെള്ളവും വിയർപ്പും ഒക്കെ തുടച്ചു. ചുവന്നു പോയെന്നു അമ്മയുടെ മുഖം മുഴുവൻ. അമ്മയുടെ മുഖത്തേക്ക് ഇറങ്ങിക്കിടന്ന ആ മുടി ചെവിയുടെ പിറകിലേക്ക് കോതി വെച്ചു. ആ കുഞ്ഞു മുഖം അടുപ്പിച്ച് വെച്ച് തലയിൽ മെല്ലെ തലോടി. പതിയെ അമ്മയുടെ വിമിഷ്ടം കുറഞ്ഞു വരുന്നു. ശ്വാസമെടുപ്പ് ശരിയായ ഗതിയിലായി. പെട്ടെന്ന് ദേഹത്തേക്കൊരു നനവൊഴുകി വരുന്നറിഞ്ഞിട്ടാണ് ഗായത്രി മുഖമുയർത്തി നോക്കി. തന്റെ കവിളിലോട്ട് മുഖവും വെച്ച് കരഞ്ഞു വീർത്ത ഉണ്ണിയുടെ മുഖം കാണാൻ വല്ലാത്തൊരു വേദന തോന്നിപ്പോയി ഗൗരിക്ക്. വിങ്ങി നിൽക്കുന്ന വാത്സല്യത്തോടെ പതിയെ എഴുന്നേറ്റ് അവന്റെ മുഖമെടുത്ത് ചേർത്ത് വെച്ചു. അയ്യേ, അമ്മയുടെ ഉണ്ണിക്കുട്ടൻ പേടിച്ചു പോയോ? അമ്മയ്ക്കൊന്നുമില്ലടാ. ഒന്ന് ചോറ് തരിപ്പിൽ പോയതിനാണോ ഇങ്ങനെ കണ്ണു നിറച്ചിരിക്കണേ അമ്മയുടെ ചെക്കൻ? ഒന്നുമില്ലാട്ടോ ഉണ്ണിക്കുട്ടാ. ഇതും പറഞ്ഞ് ഒന്നോടെ തന്റെ ജീവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവന്റെ തലമെല്ലെ തലോടിക്കൊണ്ടിരുന്നു. അല്പസമയം അങ്ങനെ ഇരുന്നു. ഒരു നിമിഷം ശ്വാസമെടുക്കാൻ വെപ്രാളപ്പെടുന്ന അമ്മയുടെ മുഖമായിരുന്നു മനസ്സിൽ. സാധാരണ എല്ലാ ആൺകുട്ടികളെയും പോലെ അമ്മയുടെ സ്നേഹത്തോടെയുള്ള കെട്ടിപ്പിടുത്തവും എപ്പുണരലുമൊന്നും എന്റെയും അമ്മയുടെയും ഇടയിലില്ല.
അമ്മയ്ക്ക് അമ്മയോട് തന്നെ വല്ലാത്തൊരു സ്വകാര്യത പുലർത്തിയിരുന്നതായി കുഞ്ഞിലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും അമ്മയുടെ ആ സ്വകാര്യതയ്ക്ക് വേണ്ട ബഹുമാനം കൊടുത്തിരുന്നു. ഇപ്പോൾ ഈ കണ്ടതുപോലെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് അമ്മയിൽ നിന്ന് പ്രകടമായൊരു സ്നേഹം അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. പിറകിലോട്ട് വിടർത്തിയിട്ട ആ ഇരുണ്ട തലമുടി മുഴുവനും ഒരു കൈകൊണ്ട് മുന്നിലേക്ക് ഞാൻ വലിച്ചിട്ടു. ഉള്ളു തൂർന്ന നല്ല കട്ടിയുള്ള മുടിയാണ് അമ്മയ്ക്ക്. അതും പിന്നാമ്പുനം വരെ ഇറങ്ങിക്കിടക്കും. മുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാച്ചിയ എണ്ണയുടെയും വിയർപ്പിന്റെയും കൂടി കലർന്ന ആ സുഗന്ധത്തെ ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് അമ്മയുടെ പുറം മെല്ലെ തടവി. അമ്മേ, പോയി കിടക്കാൻ നോക്കന്നാല് പറഞ്ഞിട്ട് അമ്മയിൽ നിന്ന് മാറി TV ഓഫ് ചെയ്തു. ഉമ്മറത്തെ വാതിലടച്ചു വരുമ്പോഴേക്കും ബെഡിലിരുന്ന് കാര്യമായി എന്തോ ആലോചിക്കുന്നുണ്ട് അമ്മ. വല്ലാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കണ്ടോ, വേഗം കിടക്കാൻ നോക്ക്, പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിക്കോളാം. ജോലി കിട്ടി, ഇനി ഒരു പെൺകുട്ടി അമ്മ നോക്കിത്തരാടാ. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, കുറച്ചുകൂടെ കഴിയട്ടെ, ഇപ്പോ പ്രായം 24 ആയിട്ടുള്ളൂ. അമ്മ ചിരിച്ചു. നിന്റെ പ്രായത്തിലുള്ള ആ വിജീഷിന് 2 പിള്ളേരായിട്ടോ? കല്യാണക്കാര്യം പറയുമ്പോ അപ്പൊ തുടങ്ങും ചെക്കന് ഒരു കുനിഷ്ട വർത്താനം. ഞാനൊരു മാലാഖയെ കണ്ടുവച്ചിട്ടുണ്ടമ്മേ, സമയമായിട്ടില്ലെന്നേ. അമ്മ നടത്തി തരാൻ കൂട്ടാ. കുട്ടി ആളാരാന്ന് പറഞ്ഞു തന്നാ മതി. നിന്റെ അച്ഛനെ പോലെ നീ ഇങ്ങനെ കള്ളച്ചിരി ചിരിക്കണ്ടാട്ടോ. ഞാൻ അതും പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങി. കിട്ടിയ ഗ്യാപ്പിൽ ആള് ഗോളടിക്കുക. ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പതിയെ തലയിട്ട് റൂമിൽ നിന്ന് നോക്കുന്നുണ്ട്. എന്നാ അവന്റെ ആ മാലാഖ ആരാന്ന് എന്നോട് പറഞ്ഞൂടെ? അതും എന്റെ മോൻ പറയില്ല. എന്റെ വിധി, അല്ലാതെന്താ. അവസാനം പറഞ്ഞപ്പോ അമ്മയുടെ ഉള്ളിലെ വേദന വാക്കുകളിൽ പ്രകടമാകുന്നതായി തോന്നി. അമ്മ അന്വേഷിക്കുന്ന ആ മാലാഖക്കുട്ടി എന്റെ ഗായത്രി മോള് തന്നെയാന്ന് പറയണമെന്നുണ്ട്. പക്ഷെ അത് എവിടെ ചെന്ന് നിൽക്കുമെന്നതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. ആ സ്ത്രീയെ മാറ്റി നിർത്തി മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് ചിന്തിക്കുന്നത് ആലോചിക്കാൻ കൂടെ കഴിയുന്നില്ല. ഉണ്ണി, എടാ ഉണ്ണി, അവിടെ വെച്ചേക്ക്, ഞാൻ കഴിക്കോളാടത്. നാളെ ബാങ്കിൽ പോണ്ടല്ലേ നിനക്ക്. അത് പറഞ്ഞ് എണീറ്റ് വന്ന് അമ്മ പണിയൊക്കെ എടുത്തു തുടങ്ങി. കോട്ടൺ സാരിയിലാണ് അമ്മ. മുന്നിലോട്ട് മുടി മുടഞ്ഞിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഞാനും കണ്ണെടുക്കാതെ അങ്ങനെ തന്നെ നോക്കി നിന്ന് പോയി. നന്നേ വെളുത്തൊരു കുഞ്ഞു മുഖമാ അമ്മയ്ക്ക്. അതിന് അഴക് കൂട്ടാൻ എന്ന വണ്ണം ഇളം റോസ് നിറത്തിലുള്ള ആ കുഞ്ഞു ചുണ്ടുകളും. അമ്മയുടെ ആ നൃത്തം കണ്ടപ്പോൾ പതിയെ എന്റെ ആ അമ്മ എന്ന് പറഞ്ഞ് അടക്കി പിടിക്കാൻ തോന്നി. അമ്മ പോയിക്കോ, ഇത് കഴിഞ്ഞു. പിന്നെ പോകുമ്പോ ഹാളിലെ താഴ്ത്തട്ടിൽ ഞാനന്ന് ഉത്സവത്തിന് പോയി വരുമ്പോ കൊണ്ടുവച്ച കൃഷ്ണന്റെ ഫോട്ടോയുടെ സൈഡിൽ മെഴുകുതിരി വെച്ചിട്ടുണ്ട്. കറണ്ട് മിക്കവാറും പോകുന്നാ തോന്നണേ. കാറ്റടിക്കുന്നുണ്ട്. ശരി ശരി, എങ്കിലും നീ കിടന്നോ, ഞാനും ഒന്ന് കിടക്കട്ടെ. അവിടെ തന്നെ പണിയൊക്കെ ഒതുക്കി രണ്ടാളും മുറികളിലേക്ക് വന്നു. അപ്പുറത്തെ അമ്മണിയമ്മയുടെ വീട്ടിൽ എല്ലാരും കിടന്നിട്ടില്ല എന്ന് തോന്നണു. ഇപ്പോഴൊന്ന് ലൈറ്റ് കത്തി കാണുന്നുണ്ട്. പുറത്ത് കിടക്കുന്ന ചവിട്ടി വലിച്ചകത്തിട്ട് വാതിൽ വലിച്ചടച്ചു. റൂമിലേക്ക് കയറി മൊബൈൽ ചാർജറിലിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അമ്മ കിടക്കാൻ പോകുന്നതിന് മുമ്പ് വന്നിട്ട് ബെഡൊക്കെ എനിക്ക് നന്നായി കുടഞ്ഞു വിരിച്ച് തന്നിട്ടുണ്ട്. മേശയിലോട്ടൊന്ന് ചാഞ്ഞിരുന്ന് കഴിഞ്ഞ ഇയറിലെ ബാങ്കിലെ ഇന്റർവ്യൂ ഓഡിറ്റിംഗ് റിപ്പോർട്ടിന്റെ ഫയലെടുത്ത് ബാഗിലേക്ക് വെച്ചു. ബാഗെടുത്ത് മേശയിൽ നിന്ന് വീഴാതെ കുറച്ച് പുറകിലേക്ക് നീക്കി വെച്ചു. കനകമുന്തിരികൾ എന്നുള്ള പാട്ട് പാടി തുടങ്ങി. എന്റെ ഫോണാണ്. ഇതെപ്പോഴോ കൊതി കൂടി വെച്ചതാണ്, റിംഗ് ടോണായി തന്നെ. മാധവൻ സാറിന്റെ പേരെഴുതി കാണിക്കുന്ന ഫോണിൽ. അടച്ചോനെ, ഈ ചെങ്ങായി എന്തിനാണ് ഇപ്പൊ എന്നെ വിളിക്കുന്നത്? കാണുമ്പോ ഉപദേശിക്കുന്നത് പോരാഞ്ഞിട്ട് നട്ടപ്പാതിരേക്കും ഫോൺ വിളിച്ച് ഉപദേശിക്കാനാണോ? എന്ത് പണ്ടാരാണാവോ? എന്തായാലും എടുത്ത് നോക്കാം. ഹലോ, ഞാൻ മാധവ മാഷാണ്. ഇത് ഉണ്ണിക്കുട്ടനല്ലേ? അതെ മാഷേ. ഒന്ന് തിരക്കിലാണോ? ആൾക്ക് സംസാരിക്കാൻ എന്തോ ഒരു വിമിഷ്ടമുള്ളതുപോലെ. എന്തൊട്ട് തിരക്ക് മാഷേ? ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ നിൽക്കാണ്. മാഷ് പറഞ്ഞോളൂ. അതെന്താണെന്ന് വെച്ചാ മോനെ, എനിക്ക് നേരിട്ടൊന്ന് കാണണമായിരുന്നു നിന്നെ, നേരിട്ട് സംസാരിക്കാനായിട്ട്. അതെ, അതാടാ അതിന്റെ ശരി. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? നാളെ ബാങ്കുള്ള ദിവസം മാഷേ. പറയുന്നതിനൊപ്പം പതിയെ ഉണ്ണി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അഴിഞ്ഞുമുണ്ടെന്ന് മുറുക്കി കൊടുത്തു. കിഴക്ക് ഭാഗത്തോട്ടുള്ള ആ ജനലിന്റെ നേർക്ക് അങ്ങോട്ടേക്ക് നടന്നു. മാഷ് പറഞ്ഞോളൂ. മഴച്ചാറൽ തുടങ്ങിയിട്ടുണ്ട്. അകത്തേക്ക് അടിച്ചു കയറുന്നു അത്.
വേൽമഴ അടിച്ചു പെയ്യുകയാ. വീശിയടിക്കുന്ന കാറ്റിൽ തെക്കേതിൽ നിൽക്കുന്ന മൂവണ്ടൻ മാവിന്റെ കൊമ്പുകൾ ആടിയുലയുന്നു. വേനലിന്റെ പരിഭവം തീർക്കാൻ ഭൂമി ആഞ്ഞു പുണരുന്ന മണ്ണിൽ നിന്ന് പുതുമഴയുടെ ആ ഗന്ധം, അതിൻ്റെ ഒപ്പം കാവിലെ ഇലഞ്ഞു പൂത്ത മണവും കൂടി മൂക്കിലേക്കങ്ങ് നന്നായി കയറുന്നുണ്ട്. ഒരു ഗോൾഡ് എടുത്ത് കത്തിച്ചു. മാധവൻ മാഷിന്റെ മറുപടിക്കായി കാതോർത്തു. ഉച്ചയ്ക്ക് 2 ടൈമിൽ കണ്ടാൽ മതിയോ മാഷേ? വേറൊന്നും കൊണ്ടല്ല മാഷേ, ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അധിക നേരം എനിക്ക് ഉച്ചയ്ക്ക് പുറത്തിറങ്ങിയാൽ സംസാരിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാ 5 ടൈമിൽ മതിയോ ചോദിച്ചത്. അപ്പുറത്തുനിന്ന് മറുപടിയൊന്നുമില്ല. ഹലോ മാഷ് കേൾക്കുന്നുണ്ടോ? ഉണ്ടുണ്ണി. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വേണ്ടടാ. ഈവനിങ് നിന്റെ ഓഫീസ് ടൈം കഴിഞ്ഞ് കാണാൻ പറ്റുമോ? പിന്നെന്താ മാഷേ, നാളെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാം. മാഷ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു മിസ് കോൾ അടിച്ചാൽ മതി. എങ്കിൽ ശരിയടാ, അത് മതി. എങ്കിൽ നാളെ കാണാട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡിയർ. ഉണ്ണി ഞെട്ടി ചിരിച്ചു. കേട്ടത് മാറിപ്പോയോ? ഡിയറോ? ഏത് വകയിലാണാവോ ഇയാൾക്ക് ഞാൻ ഡിയറായത്? എന്തോ പണിയാണല്ലോ വരാൻ പോണേ. അയാൾക്കറിയാം ഞാൻ നേരെ ഓഫീസ് കഴിഞ്ഞ വീട്ടിലോട്ടാ വരുന്നതെന്ന്. അപ്പോ വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത എന്തോ കാര്യമാണ് ആൾക്ക് പറയാനുള്ളത്. എന്തായാലും നാളെ നോക്കാം. അല്ലത്തല്ലേ തലപുകയ്ക്കാനായി ഓഫീസിലെ കാര്യങ്ങൾ തന്നെ വേണ്ടോളുണ്ട്. ഫോൺ ചാർജിനിട്ടപ്പോൾ തന്നെ കറണ്ട് പോയിട്ടുണ്ട്. പുതപ്പെടുത്ത് തലവഴി മൂടി ചുമരിലോട്ട് നീങ്ങി തണുപ്പും പിടിച്ച് അങ്ങനെ കിടന്നു. അമ്മേ, ഞാൻ ഇറങ്ങാട്ടോ. ഇന്നെന്താടാ നേരത്തെ? സാധാരണ നീ പോണ സമയമായിട്ടില്ലല്ലോ. കുളിയും കഴിഞ്ഞൊരു പഴയ സെറ്റും എടുത്ത് ഉമ്മറത്ത് തിണ്ണയുടെ സൈഡിൽ നിന്നിട്ട് നനഞ്ഞ മുടി തോർത്ത് കൊണ്ട് വെച്ച് കോതുന്നുണ്ട് അമ്മ. നനഞ്ഞ തോർത്ത് തിണ്ണയിൽ വിരിച്ചിട്ട് 2 കൈ കൊണ്ട് തിണ്ണയിൽ കൈയൊന്നി ഞാൻ വണ്ടിയെടുത്ത് ഇറങ്ങുന്നത് നോക്കി നിൽക്കാണ്. കൈ അടുപ്പിൽ വെച്ച് കുനിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആളുടെ കൈയുടെയും ഇടുപ്പിന്റെയും ഭാഗം എനിക്ക് ചെറുതായി കാണാം. ഒന്നുമില്ല അമ്മേ, കുറച്ച് നേരത്തെ പോവേണ്ട ആവശ്യമുണ്ട്. അതെയോ? ആ അതെ. ബ്ലൗസിന് പുറത്തോട്ട് അമ്മയുടെ ഉള്ളിലുള്ളത് നിഴലടിച്ച് എനിക്ക് കാണാം. അതിനാണെങ്കിലോ കറുപ്പ് നിറവും. കണ്ണൊന്നും മട്ടത്തിൽ ഓടിച്ചുകൊണ്ട് അമ്മയുടെ മറുപടിയും പറഞ്ഞ് വണ്ടിയുടെ കീമെടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അമ്മ സാധാരണ അപ്പുറത്തെ അമ്മിണി അമ്മയുടെ മകൾ ഗീതേച്ചിയുമായിട്ടാണ് ജോലിക്ക് പോകുന്നത്. ചേച്ചിക്ക് മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ജോലിയാണ്. ബൈക്ക് സ്റ്റാഫിന്റെ പാർക്കിൽ നിർത്തി ബാങ്കിലോട്ട് കയറുമ്പോൾ തന്നെ എനിക്ക് ഉണ്ണിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ മാധവൻ മാഷിന്റെ വാക്കുകളായിരുന്നു മനസ്സിൽ. ഒരു 4:50 ആവുമ്പോൾ തന്നെ പഞ്ച് ചെയ്തിറങ്ങി. സാധാരണ 5:30 വരെയാണ് ഓഫീസ് ടൈം. എന്നാലും സാധാരണ ഇറങ്ങുമ്പോൾ 6:30 കഴിയാറുണ്ട്. ഇപ്പോൾ മാധവൻ മാഷ് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ചെന്ന് ഒരു ഗോൾഡ് എടുത്ത് കത്തിച്ചു. ഫോണിലെ റിസീവ്ഡ് കോൾ ലിസ്റ്റിൽ നിന്നും മാഷിന്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്യുമ്പോഴേക്കും മാഷ് ഫോൺ എടുക്കുന്നതും നോക്കി നിന്നു. ആ മാഷേ, ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. മാഷ് നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ടിന്റെ പാർക്കിങ്ങിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. അല്പസമയം കഴിയുമ്പോഴേക്കും അതിന്റെ അടുത്ത് ഒരു അനക്കം. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മാഷ് എത്തിക്കഴിഞ്ഞിരുന്നു. ഇരിക്കടോ, ഒരുപാട് നേരമായി വന്നിട്ട്. ഹേയ് ഇല്ല മാഷേ. അല്പം പിന്നെ അല്ലാത്ത വിമിഷ്ടമുള്ളതുപോലെ ആളെന്തൊക്കെയോ കാര്യമായി പറയാൻ ശ്രമിക്കുന്നത് പോലെ. നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു. മനസ്സിൽ വല്ലാത്തൊരാകാംക്ഷയായിരുന്നു. ഉണ്ണി, ഞാൻ പറയാൻ പോകുന്ന കാര്യം നിന്റെ മനസ്സിന് എത്ര ഇടർച്ചയുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഗായത്രി വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞ് എന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളിലേക്ക് മെഴുകോർപ്പിച്ച് നിൽക്കുകയാണ് ആള്. കേട്ടപ്പോൾ ഞെട്ടിലാന്ന് തോന്നിയില്ല എനിക്ക്. ചെറിയൊരു ഊഹമുണ്ടായിരുന്നു. ഉള്ളിലെ പിടപ്പ് അയാൾ അറിയാതിരിക്കാനായി പരമാവധി മുഖം ഗൗരവത്തിലേക്കാക്കി ഞാൻ മുഖത്തേക്ക് നോക്കി. ഉണ്ണിക്കറിയാലോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ. എന്റെ ഭാര്യ മരിച്ചതിൽ പിന്നെ ഞാൻ മറ്റൊരാളെ എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല ഇതുവരെ. പക്ഷേ ഇപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടോ. അതിൽ നിന്നൊരു പരിഹാരമായാണ് ഞാൻ ഉണ്ണിയോടിത് പറഞ്ഞത്. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിത് ഗായത്രിയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉണ്ണിയുടെ തീരുമാനം എന്താണെങ്കിലും അതറിഞ്ഞിട്ട് പറയാമെന്ന് കരുതി. ഒരു നെടുവീർപ്പോടെ പറഞ്ഞ് അവസാനിപ്പിച്ച് എന്റെ മറുപടിക്കായി കാത്തുനിന്നു. അയാളുടെ വാക്കുകൾ എനിക്ക് മനസ്സിന് നൽകിയ പ്രഷർ ചെറുതൊന്നും ആയിരുന്നില്ല. എന്താണിപ്പോ ഇയാളോട് പറയാ? അത് മാഷേ. വാക്കുകളിലെ കള്ളത്തരം മനസ്സിലാവാതിരിക്കാൻ ഉണ്ണി തിരിഞ്ഞു നിന്നു.
മാഷ് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതി. ഒരുപക്ഷെ മാഷ് അമ്മയുടെ അത്രയും ക്ലോസ് ആവാത്തത് കൊണ്ടാവും അമ്മ മാഷോട് ഇത് പറയാതിരുന്നത്. അമ്മയുടെ വകയിലൊരു ഫാമിലിയിൽ നിന്ന് ഇതുപോലൊരു പ്രൊപ്പോസൽ വന്നിരുന്നു കുറച്ചു ദിവസം മുമ്പാണ്. അത് ഏകദേശം എല്ലാരും നിശ്ചയിച്ച പോലെയാ. പറഞ്ഞു കഴിഞ്ഞ് ഏതൊക്കെയോ ആണ് വായിൽ നിന്ന് വന്നതെന്ന് ഉണ്ണിക്ക് മനസ്സിലായതേ ഇല്ല. ഓർമ്മ തന്നെ ഇല്ല. ഇപ്പോൾ വായിൽ വന്ന് അങ്ങോട്ട് തട്ടിവിട്ടു. അയാളോട് സഹതാപമുണ്ട്. ഒറ്റപ്പെട്ടു പോവുക എന്നത് അല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ഈ മാഷ് പറയുന്ന കാര്യം എന്റെ മനസ്സിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. മറ്റൊന്നിനു വേണ്ടിയുമല്ല, എന്റെയാണ് മാഷേ, അതെന്റെയാ. ആ വ്യക്തിയെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. അത്രയും മനസ്സിൽ ഞാൻ പറയുമ്പോഴേക്കും അതെയോ, സോറി, ഞാൻ അറിഞ്ഞിരുന്നില്ല. പൊതുവെ ഗായത്രി ഒരു ഒതുങ്ങിയ സ്വഭാവക്കാരി ആയല്ലോ. ഓഫീസിലെ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഞങ്ങൾ സംസാരിക്കുകയുമില്ല. സാരമില്ല മാഷേ, പോട്ടെ. അതെ, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായ കാര്യം ഗായത്രി അറിയണ്ട കേട്ടോ. ഞാൻ അറിഞ്ഞില്ലടോ ഇങ്ങനെ ഉണ്ടെന്ന്. എന്നാൽ ശരി, ഉണ്ണി വിട്ടോ, നേരം ഇപ്പൊ തന്നെ വൈകി. കോട്ടില്ലേ നിന്റെ കയ്യില്? ഉണ്ട് മാഷേ, സീറ്റ് കവറിൽ വെച്ചിട്ടുണ്ട്. തിരിച്ചുള്ള യാത്രയിൽ മനസ്സ് വല്ലാതെ പ്രഷർ അടിക്കുന്നുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് മനുഷ്യരെ ചിലപ്പോൾ ഈ അഭ്യർത്ഥനയായി കാണേണ്ടി വരും. ആരോടും ഒറ്റയടിക്ക് ഒരു നോ പറയാൻ കഴിയില്ല. അമ്മ ഭർത്താവ് മരിച്ചുപോയൊരു വിധവയാണ്. മറ്റുള്ളവർ അങ്ങനെ അമ്മയെ കാണും. എന്തെങ്കിലും ചെയ്തേ കഴിയൂ, അല്ലെങ്കിൽ എനിക്ക് അമ്മയെ നഷ്ടപ്പെടൂ. മറ്റാരുടെയും നിർബന്ധത്തിന് കീഴ്പ്പെടാത്ത രീതിയിൽ അമ്മയിലൊരു ഉറപ്പ് വേണം എനിക്ക്. അതിന് ഒരു താലിച്ചരടിന്റെ ബന്ധനത്തിന് മാത്രമേ കഴിയൂ. അതെ, പക്ഷേ അമ്മയുടെ സമ്മതം. അമ്മ സമ്മതിക്കുമോ അതിന്? ലോകത്തൊരിടത്തും കേൾക്കാത്ത കാര്യമാണ് സ്വന്തം അമ്മയോട് ഞാൻ ആവശ്യപ്പെടുന്നേ. പക്ഷെ ഇവിടെ നീ സമ്മതിപ്പിച്ചേ പറ്റൂ ഉണ്ണി. കാരണം അത്രമാത്രം ആ വ്യക്തിയെ നീ സ്നേഹിക്കുന്നുണ്ട്. സ്വന്തം മനസ്സിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചോ ഉത്തരങ്ങൾ കണക്ക് കൂട്ടിയും വല്ലാത്തൊരു സംഘർഷത്തിലായിരുന്നു ഞാൻ. ഇടവത്തിലെ പെയ്തൊഴിയാൻ നിൽക്കുന്ന ആകാശത്തെ പോലെ മനസ്സിൽ തോന്നുകയാണ്. കാർമേഘങ്ങളാൽ മൂടിമറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്റെ മനസ്സാണ്. വണ്ടി മുറ്റത്തോട്ട് കയറുമ്പോൾ തന്നെ കണ്ടു ഉമ്മറത്ത് വിളക്കം വെച്ച് നാമം ചൊല്ലുന്ന അമ്മയെ. പഴയൊരു നിറമങ്ങി സെറ്റുമുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. നെറ്റിയിൽ നീളത്തിൽ ഭസ്മം കൊണ്ടൊരു കുറി വരച്ചിട്ടുണ്ട്. ആ തെളിഞ്ഞു കത്തുന്ന തിരുനാളത്തിൽ അമ്മയുടെ മുഖത്തിന് വല്ലാത്തൊരു ഭംഗി തോന്നി. എന്തൊരു കോലമാ ഉണ്ണി! റെയിൻകോട്ട് ഇല്ലായിരുന്നോ നിന്റെ കയ്യിൽ? അതെടുത്തിടാതെ മഴ മുഴുവൻ കൊണ്ട് വന്നിരിക്കാവൻ. ഒന്ന് കൈകൂപ്പി തൊഴുത് വിളക്ക് കെടുത്തി എന്റെ സൈഡിലോട്ട് നോക്കി എണീറ്റ് നിന്നു. ദേഷ്യത്തോടെ തുറച്ചു നോക്കുന്നുണ്ട് അമ്മ. ആ വെളുത്ത മുഖമൊക്കെ ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ? പറഞ്ഞാൽ ഒരു അക്ഷരം കേൾക്കുമോ? ഞാൻ ചിരിച്ചു. അതെങ്ങനെയാ? കാര്യം പറയുമ്പോൾ ഇങ്ങനെ കിളിച്ചാലുണ്ടല്ലോ, നിന്റെ കരണം അടിച്ചു പൊട്ടിക്കും ഞാൻ. അവനത് പറഞ്ഞ് മഴയും കൊണ്ട് വന്നിരിക്കാം. ഇങ്ങോട്ട് കയറുന്നില്ലടാ. അമ്മയുടെ ശരീരത്തോട് ചേർന്ന് പിടിച്ച് മുടിയിലെ തോർത്തഴിച്ച അമ്മ തലയെ എനിക്ക് അമർത്തി തുടച്ചു തന്നു. തുടയ്ക്കുന്നതിനൊപ്പം ചെറുതായി അനങ്ങുന്ന എന്റെ ദേഹം അമ്മയുടെ ഉരുണ്ട കുഞ്ഞൻ ഭാഗങ്ങളിലൊക്കെ അന്നിടിക്കുന്നുമുണ്ട്. ഭസ്മത്തിന്റെയും തലയിൽ തേച്ച് കുളിക്കുന്ന എണ്ണയുടെയും എല്ലാം കൂടി കലർന്ന ആകെ മതിപ്പിക്കുന്ന ഗന്ധമായിരുന്നു അമ്മയ്ക്ക്. നീളമുള്ള കഴുത്തിനിടയിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. ചെറുതായി ഇറങ്ങി വരുന്ന ആ വിയർപ്പ് തുള്ളികളെ കൊതിയോടെ നോക്കി. മനസ്സിനെ പണിപ്പെട്ടാണ് ഞാൻ നിയന്ത്രിച്ചു നിർത്തിയത്. പോയി കുളിക്കെന്നാൽ. നീരിറങ്ങാൻ നിൽക്കണ്ട, ഞാൻ ചായ എടുത്ത് വെക്കാം. എന്തൊട്ടമ്മേ, നല്ല മണം വരണേ. എന്താ സ്പെഷ്യല്? കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാടാ. വേഗം കുളിച്ചു വാ. ഒരു 5 മിനിറ്റ്. കിണറ്റിൽ നിന്ന് തലയിലോട്ട് വെള്ളം ഒഴിക്കുമ്പോഴേക്കും ശരീരം നന്നായി തണുത്തിട്ടുണ്ടെങ്കിലും മനസ്സ് വേവുകയായിരുന്നു. എങ്ങനെയാണ് എന്റെ ഉള്ളിലെ ഈ കാര്യമൊക്കെ അമ്മയോട് പറയുക? അമ്മ എങ്ങനെ പ്രതികരിക്കുന്ന നിശ്ചയമില്ല. ഒരുപാട് വേദനിക്കായിരിക്കും. പക്ഷെ നഷ്ടപ്പെടുത്താൻ കഴിയൂല എനിക്ക്. എന്തായാലും ഫേസ് ചെയ്യുക തന്നെ. കഴിഞ്ഞില്ലടാ, ദാ വരണമ്മേ. കുളിമുറിയിൽ കയറി തോർത്തഴിച്ച് ഉടലൊക്കെ തുടച്ചു തുടങ്ങുമ്പോഴേക്കും അഴയിൽ തൂങ്ങുന്ന അമ്മയുടെ ആ സാധനം വീണ്ടും ഞാൻ കണ്ടു. ആള് മറന്നിട്ടിട്ട് പോയതാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ കുളിക്കാൻ കയറുമ്പോൾ ഒരിക്കലും അവിടെ ഫ്രീ ആയിട്ടിട്ട് പോവാറില്ല. ഇപ്പോ സമയമില്ല ഇനി. അല്ലെങ്കിൽ മതിപ്പിക്കുന്ന ആ ഗന്ധം ആസ്വദിച്ച് ഒന്ന് പൊട്ടിക്കാമായിരുന്നു. തോർത്ത് മാറ്റി ഒറ്റമുണ്ടെടുത്ത് പിന്നിൽ കയറിയിരുന്നു. അമ്മ അകത്തേക്ക് നീട്ടി വിളിച്ചു, വാ. മഴ ഒന്നുകൂടെ കനത്തിട്ടുണ്ട്. കുറച്ചുനേരം എന്റെ ചിന്തകളെ ഞാൻ സ്വതന്ത്രമാക്കി വിട്ടു. കാര്യമായ ആലോചനയിലാണല്ലോ സാർ. എന്താണ്?
എന്റെ മോനെ മാലാഖക്കുട്ടി ഇട്ടിട്ട് പോയി കളഞ്ഞോ? തിരുനയിലേക്ക് 2 ഗ്ലാസ് കട്ടനും ഒരു പാത്രത്തിൽ ഉണ്ണിയപ്പവും എടുത്ത് എന്റെ അടുത്തേക്ക് കയറിയിരുന്നു. ഒന്നുകൂടെ കൂർപ്പിച്ചെന്നെ നോക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോകുമെന്ന ഉള്ളിലെ പേടി തോന്നുന്നു അമ്മേ. നഷ്ടപ്പെടുത്തിയ പിന്നെ ഈ ഞാനില്ലാട്ടോ. ഉള്ളിലെ സങ്കടം ഒരു നിമിഷം വാക്കുകളായി അങ്ങോട്ട് വന്നുപോയി. ഉണ്ണി, എന്താണ് നീ പറയുന്നേ? തെളിച്ചു പറയുന്നീ. വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു അമ്മയുടെ ശബ്ദത്തില്. എന്താണെങ്കിലും പോംവഴി ഉണ്ടാക്കാടാ. എന്താണെങ്കിലും പറയുന്നീ. പറയാം. അമ്മ ചായ കുടിക്ക്. അല്ലെങ്കിലും ഇനിയും ഇത് മനസ്സിലിട്ട് നടക്കാൻ എനിക്ക് വയ്യമ്മേ. എന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു അമ്മ. ശരിയാക്കാന്നേ. നീ പറയും. അല്ലമ്മേ, അതിനു മുന്നേ വേറൊരു കാര്യമുണ്ട്. മാധവ മാഷൊരു കാര്യം പറഞ്ഞു. അയാളോ? എന്തു പറഞ്ഞു നിന്നോട്? അമ്മയ്ക്കൊരു കല്യാണാലോചന. അമ്മയെ വലിയ ഇഷ്ടാത്ര അയാൾക്ക്. കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു എന്നോട്. ഓഹോ, സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് പോലും മിണ്ടാതെ പോകുന്ന അയാൾക്ക് ഇങ്ങനൊരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നോ? കൊള്ളാലോ. നീ എന്താ മറുപടി പറഞ്ഞേ? എന്റെ മറുപടിക്കായി കൂർപ്പിച്ചു നോക്കി. അത് പിന്നെ അമ്മ ചൂടാവരുത്. അപ്പൊ വായി തോന്നി അങ്ങോട്ട് തട്ടിവിട്ടു. നമ്മുടെ കുടുംബത്തിൽ അടുത്തറിയുന്ന ഒരാളുമായി അമ്മയുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്ത്? അമ്മയുടെ ഉണ്ടക്കണ്ണ് ഒന്നാകെ മിഴിഞ്ഞ് പുറത്തോട്ട് വീഴുമെന്ന അവസ്ഥയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അപ്പൊ വായി തോന്നിയത് പറഞ്ഞതാ. വേറൊന്നും വായി വന്നില്ല. ശേ, ഒരു നിമിഷം മുഖമൊക്കെ മാറി അമ്മയുടെ. നീ എന്തൊരാളാ ഉണ്ണി. നല്ലൊരു പ്രപ്പോസലായിരുന്നു. ആളെ കെട്ടി ഒരു വലിയ തറവാട്ടിലേക്ക് കയറി ചെല്ലേണ്ട ചാൻസാ. നീ ഒറ്റ വാക്കിലങ്ങ് ഒഴിവാക്കിയേ. എത്ര ഒളിക്കാൻ ശ്രമിച്ചിട്ടും മുഖത്ത് വിരിയുന്ന ആ കള്ളത്തരം ഞാൻ മനസ്സിലാക്കാതിരിക്കാനായി അമ്മ പണിപ്പെട്ട് ഒപ്പിച്ചങ്ങ് പറഞ്ഞു. എന്റെ മുഖത്തേക്ക് ഇടങ്ങണിട്ട് നോക്കി. തമാശയ്ക്കാ പറയുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഉള്ളിൽ വല്ലാത്തൊരു വേദന. എവിടെയോ എന്തൊക്കെയോ കൊളുത്തി വലിക്കുന്നത് പോലെ. എടാ, നിന്നോടാ ഞാനീ പറയുന്നേ. ഞാൻ കേൾക്കുന്നുണ്ട്. നാളെ തന്നെ അയാളോട് പറഞ്ഞേക്കാം അമ്മയ്ക്ക് ഇത്രയും താല്പര്യമുള്ള കാര്യം കേട്ടോ. അപ്പോഴേക്കും അമ്മയുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ ഉറഞ്ഞു കൂടിയിരുന്നു. ചുമ്മാ തമാശയ്ക്കാ എന്നെ വട്ടുപിടിപ്പിക്കാൻ അമ്മ പറഞ്ഞതെങ്കിലും ഉണ്ണിയെ വിട്ടിട്ട് അമ്മ എങ്ങോട്ട് പോവാനടാ? നീയും നിനക്ക് ഞാനും പിന്നെ ഇനി വരാൻ പോകുന്ന നമ്മുടെ മാലാഖ കുട്ടിയും. അങ്ങനെ പോവാൻ നമുക്ക്, അല്ലേടാ? അപ്പോഴേക്കും ചെക്ക സെന്റി ആയിപ്പോയോ? അത് പറഞ്ഞ് ചിരിച്ചോണ്ട് അമ്മ എന്റെ തലയിലൊരു കിഴുക്ക് തന്നു. അമ്മേ, പറയുണ്ണി, എന്താണ് നിന്റെ മനസ്സിലുള്ളേ? നിന്നെ ഞാൻ ഈയിടെ കാണാൻ തുടങ്ങിയല്ലോ. പറഞ്ഞാൽ അമ്മ എന്നെ വെറുക്കോ? വെറുത്താലും എന്നെ വിട്ടു പോകാൻ ഞാൻ മതി. പറയുന്നതിനോടൊപ്പം കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞു കവിയുന്നുണ്ടായിരുന്നു. പെട്ടെന്നുള്ള എന്റെ ഈ ഭാവമാറ്റത്തിൽ പകച്ച് എന്റെ മുഖത്തേക്ക് നോക്കി അമ്മ. ചോദ്യങ്ങളല്ലായിരിക്കുന്ന ആ കണ്ണുകൊണ്ട് എന്നെ നോക്കി. അമ്മയ്ക്കറിയോ അമ്മ എപ്പോഴും ചോദിക്കാറുള്ള ആ മാലാഖ ആരാണെന്ന്? ഉണ്ണി ജീവിതത്തിൽ എന്നും ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ച ആ വ്യക്തി. ഈ ലോകത്തിൽ എന്റെ കൂടെ നിന്നാൽ ആ ഒരു വ്യക്തി മാത്രമേ എനിക്ക് വേണ്ടൂ. അവളില്ലെങ്കിൽ എന്റെ ജീവിതം അപൂർണമാണ്. ആ വ്യക്തി എന്റെ ഗായത്രി കുട്ടിയാണമ്മേ. എന്റെ ഇരിക്കുന്ന ഈ അമ്മയാ എന്റെ മാലാഖ. ഞാൻ പതിയെ ഒരുപാടായി ആഗ്രഹിച്ചുളങ്ങിപ്പോയതാ നിങ്ങളെ. ആ പുറത്തെ തണുപ്പിലും ഉള്ളി വിയർക്കുന്നതായി തോന്നി രണ്ടുപേർക്കും. വിചാരിച്ച പോലെ ഒരു പൊട്ടിത്തെറി ആയിരുന്നില്ല അമ്മയുടെ ഭാഗത്തു നിന്ന്. കൈകൊണ്ട് എന്നെ മെല്ലെ തള്ളി മാറ്റി അടുത്തുള്ള സ്റ്റൂളിലേക്ക് അമർന്നിരുന്നു അമ്മ. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വാശിയോടെ തൂത്തുവിട്ടു. പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല എനിക്ക്. ആ സ്ത്രീയില്ലെങ്കിൽ ഒരു മുഴുവനായി ഭ്രാന്തനായി മാറിപ്പോവും ഞാൻ. അമ്മ തീരുമാനിച്ചോളൂ ഇനി എന്തു വേണമെന്ന്. മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞ് കരഞ്ഞു വീർത്ത മുഖത്തോട്ട് നോക്കി ചുമരും ചാരി നിന്നു. ഒരു നിശ്വാസമല്ലാതെ അമ്മയിൽ നിന്നും മറുപടിയൊന്നും വരുന്നില്ല. അടുത്തു ചെന്ന് അമ്മയുടെ കാൽക്കലേക്ക് ഞാൻ വീണു. എന്നെ വെറുക്കരുതമ്മേ. അമ്മ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ജീവനാണ് എനിക്ക്. ആഗ്രഹിച്ചു പോയി എപ്പോഴോ. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലാട്ടോ. അമ്മയായിരിക്കുന്ന ഈ അവസ്ഥയുണ്ടല്ലോ, ഈ അവസ്ഥയാണ് എന്നെ ഇപ്പോൾ ഇത് പറയാൻ ഇത്രയും കാലം പിന്തിരിപ്പിച്ചിരുന്നത്. തെറ്റാണെന്നറിയാം, പക്ഷെ എനിക്ക് അമ്മയെ വേണമ്മേ, എന്റേതായിട്ട്. അപ്പോഴേക്കും എന്റെ കൈയമ്മ കാലിൽ നിന്ന് വീശി വലിച്ചെറിഞ്ഞു. കത്തുന്ന കണ്ണുകളോടെ എന്നെ നോക്കി. ആ നോട്ടത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവനായി എന്നെ കാണുന്നത് തോന്നി എനിക്ക്. വല്ലാത്തൊരു വിങ്ങലായിപ്പോയിരുന്ന നെഞ്ചിൽ. പക്ഷെ തല താഴ്ത്തി നിൽക്കാൻ തോന്നിയില്ല. തല ഉയർത്തിപ്പിടിച്ച് തന്നെ അമ്മയുടെ മുമ്പിൽ നിന്നു. ഈ അവസരത്തിൽ ഞാൻ തല താഴ്ത്തി നിന്നാൽ അത് എന്നോട് തന്നെ ഞാൻ ചെയ്യുന്ന തെറ്റാവും. ശരിയാ, ലോകത്തിന് മുന്നിൽ ഞാൻ വലിയ തെറ്റ് തന്നെയാ.
പക്ഷെ ഇതാണ് എൻ്റെ ശരി. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എന്നതിനപ്പുറം ഞാൻ സ്നേഹിക്കുന്നവളാണ് നിങ്ങൾ. എൻ്റെ മനസ്സിനും ശരീരത്തിനും അധികാരമുള്ളവൾ. വെറുത്തോളൂ, പക്ഷെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കാതിരുന്നാൽ മതി. ഈ സാമീപ്യമെങ്കിലും ഉണ്ടായാൽ മതി. അമ്മയ്ക്ക് മറ്റൊരു അവകാശി വരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അന്ന് ഈ ഉണ്ണി ഉണ്ടാവില്ല, ഓർത്തോ. അത് പറഞ്ഞ് കണ്ണുകളും തുടച്ച് ഞാൻ അപ്പുറത്തേക്കുള്ള എൻ്റെ മുറിയിലേക്ക് പോയി. അമ്മയ്ക്കും വല്ലാത്തൊരവസ്ഥയായിരുന്നു. അവനാണ് എൻ്റെ ലോകം. അമ്മയുടെ നെഞ്ച് ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു. അവന്റെ അമ്മയും അവന്റെ ഏറ്റവും അടുത്ത കൂട്ടും ഞാനായിരുന്നു. അവൻ ജോലിക്ക് പോവാനായി പുറത്തൊരു കമ്പനിയിലേക്ക് ജോലി ശരിയായപ്പോഴേക്കും അവൻ പറഞ്ഞിരുന്നു, അങ്ങോട്ട് പോകാൻ പറ്റില്ല എനിക്ക്, അമ്മയെ വിട്ടിട്ടെന്ന്. മിടുക്കനായിരുന്നു അവൻ. പക്ഷേ അതിനൊക്കെ ഇങ്ങനെയൊരു മാനമുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. എന്ത് ചെയ്യണമെന്നറിയില്ല. അവന്റെ തീരുമാനത്തിനൊക്കെ വ്യക്തതയുണ്ട്, മികച്ച ഒരു കാഴ്ചപ്പാടുമുണ്ട്. അവൻ മികച്ച ഒരാളാണെന്ന് എത്ര അനുഭവങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. പല കാര്യങ്ങളും സമീപ വീടുകളിലൊക്കെ ഉള്ളത് എത്ര തന്മയത്തോടെ അവൻ ഒതുക്കി തീർത്ത് കുടുംബങ്ങളെ ഒന്നിപ്പിച്ചിട്ടുണ്ടെന്നോ. അവൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ആഴത്തിൽ ചെന്നിട്ടായിരിക്കും. വരട്ടെ, അവൻ ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ. അവസാനത്തെ പടിയിലേക്ക്, അവനെന്ന വ്യക്തിയിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലും. പക്ഷേ കാലം തീരുമാനിക്കട്ടെ. ഒന്നുറപ്പാണ്, അവനില്ലാതെ ഗായത്രി ഇല്ലെന്ന്. ഓരോന്നാലോചിച്ച് കിടക്കാൻ നേരത്ത് 1 മണി കഴിഞ്ഞിരുന്നു. തണുപ്പ് ഒരുപാട് കൂടുന്നുണ്ട്. കണ്ണടച്ച് ഗൗരി പതിയെ ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയി. നമ്മുടെ ഈ കഥയുടെ പാർട്ടുകൾ ഇനിയും ഇനിയും വരും കേട്ടോ. 2 പാർട്ടിലൊന്നും ഒതുങ്ങുവാൻ തീരുന്നില്ല. നല്ല രസമുള്ള സ്റ്റോറിയാണ് പിന്നാലെ വരാൻ പോകുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. എല്ലാവരും തീർച്ചയായും ഈ 1-ാം പാർട്ട് കേട്ടിരിക്കണം കേട്ടോ. 2-ാം പാർട്ട് നാളെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മെർലിൻ അടിപൊളി കഥകളുമായി എല്ലാ ദിവസവും വരുന്നതാ. എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ അടിപൊളി സൺഡേ ആണ്. എല്ലാവർക്കും ആശംസിക്കുന്നേ. ബൈ ബൈ ഡിയേഴ്സ്.